കൃത്യമായിട്ട് അടച്ചിടണം നോക്കുക. ഇത് എല്ലാത്തിൻ്റെ കൂട്ടത്തിലും 40 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ശർക്കര ഉണ്ടാവും. ഇതിൻ്റെ പകുതി പൊട്ടിച്ച് ഈ ബക്കൻ്റെ ഏറ്റവും അടിയിലിടുക. ഇട്ടതിന് ശേഷം ഈ ഫിൽറ്റർ വീണ്ടും ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിയുണ്ട് ബൊക്കാഷി പൗഡർ, അത് 2 ടേബിൾ സ്പൂൺ പൊടിയിടുക. ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അടുക്കള മാലിന്യം ഇതിനകത്ത് എന്താണെന്ന് ചെയ്യുക. ഇട്ടതിന് ശേഷം രീതിയിലൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ പൊടിയിടുക, അടച്ചു വയ്ക്കുക. ഇതാണ് ഒരു സമയത്തുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതെന്തെങ്കിലും ഉണ്ടോ? ഒരു ബക്കറ്റ് നിറഞ്ഞാലും 15 ദിവസമേ ഉപയോഗിക്കാവൂ. അത് കഴിയുമ്പോൾ നമ്മളിത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ 1-ാം തീയതിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 15-ാം തീയതി രാത്രിയാകുമ്പോൾ ഈ ബക്കറ്റിനെ നമ്മൾ മാറ്റി വയ്ക്കുക, പുതിയ ബക്കറ്റ് എടുക്കുക. ഇപ്പം ഇത് 30 ദിവസം ആകുമ്പോഴേ ഒരു ജൈവ കമ്പോസ്റ്റായിട്ട് മാറുള്ളൂ. പിന്നെ അടുത്ത 15 ദിവസം കൊണ്ടാണ് ഇത് നമുക്കൊരു ചകിരിച്ചോറിൽ നമ്മൾ മണ്ണിലൊക്കെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിയായിട്ട് വരുന്നത്. 10 ദിവസം മുതൽ ചിലപ്പോൾ 7-ാമത്തെ ചിലപ്പോൾ 15-ാമത്തെ ദിവസങ്ങളിലാണ്. കാരണം നമ്മൾ വീട്ടിലെ വേസ്റ്റ് ഇടുന്നതിനനുസരിച്ചാണ് വരുന്നത്. അപ്പം 7-ാമത്തെ ദിവസം മുതലാണ് ഇതിനകത്തുനിന്നൊരു ലിക്വിഡ് വരും. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഇതിനകത്ത് വെള്ളം നിറച്ച് നോക്കണമെന്ന് പറഞ്ഞത്. വെള്ളം നിറച്ച് നോക്കുമ്പോൾ ഈ ടാപ്പ് തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വയ്ക്കുക, അടച്ചു വെച്ച് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ഈച്ചയും അങ്ങനെയുള്ള സാധനങ്ങൾ കയറി ഇതിൻ്റെ പ്രവർത്തനം വരും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വരില്ല. നമ്മൾ 7-ാമത്തെ ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ ആദ്യം ബോക്സ് പൊട്ടിച്ച് നോക്കിയിട്ട് അതിൻ്റെ പകുതി പക്കനകത്ത് വെള്ളം നിറയ്ക്കുക. അല്ലെങ്കിൽ ടാപ്പ് അടവാണോ കുറവാണോ അറിയാൻ പറ്റില്ല. വെള്ളം നിറച്ചതിന് ശേഷം അറിയാമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിച്ചു കൊടുക്കാം. ഈ പാക്കറ്റ് കുറച്ചുകൂടെ മൂത്ത് ചെയ്യണം. ഈ ടാപ്പ് ക്ലോസ് ആണോ എന്നുള്ളത് നോക്കുക, ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊരു പാക്കറ്റ് ഉണ്ടാവും, ചെറിയൊരു പാക്കറ്റ്. ഇത് ശർക്കരയാണ്, 40 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ശർക്കരയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പകുതി പൊട്ടിച്ച് ഒരു ബക്കറ്റിനകത്ത് ഇടുക. ഇട്ടതിന് ശേഷം ഇതേപോലത്തെ ഒരു അരിപ്പയുണ്ട്, ഇത് ഇതിനകത്ത് ഇറക്കി വയ്ക്കുക. അപ്പോൾ അതിനകത്ത് പോയി ഒരു താഴത്തിൽ പോയി തട്ടി നിൽക്കും. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 കിലോ വരെ ഇനാക്കുലുണ്ടാവും, ബൊക്കാഷി പൗഡർ ഉണ്ടാവും. ഈ പൗഡർ 2 ടേബിൾ സ്പൂണ് ഇതിൽ ഏറ്റവും അടിയിൽ തട്ടിയിടുക, ഈ ഫിൽറ്ററിൻ്റെ അപ്പുറത്ത് തട്ടിയിടുക. തട്ടിയിട്ടതിന് ശേഷം നമ്മളെ വീട്ടിൽ അടുക്കള മാലിന്യം എന്താണോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാം. ഉള്ളിയുടെ തോടിടാം, മുട്ടയുടെ തോട്, ഇറച്ചിയുടെ എല്ല്, മീനിൻ്റെ എല്ല്, നാരങ്ങത്തോട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഇടാം. നമ്മൾ ഒഴിവാക്കാൻ പറയുന്ന 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് പഴങ്കഞ്ഞി, വെള്ളത്തോടുള്ള ഭക്ഷണം പാടില്ല. അപ്പം പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനെ മാത്രമായിട്ട് ഇതിനകത്ത് ഇടുക, വെള്ളം ഒഴിവാക്കി കളയുക. 2 പുഴുവരിച്ചിട്ടുള്ള ഒരു ആഹാര പദാർത്ഥങ്ങളും ഇതിനകത്ത് ഇടാൻ പാടില്ല.